ഞാൻ ഭയങ്കരമായിട്ട് ഓണായി. ഇത്ര നേരം ഞാൻ ചെറിയൊരു ഡിസപ്പോയിൻമെന്റിലായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഓണയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പം അത് സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. പെട്ടെന്ന് വന്ന് പെട്ടെന്നങ്ങ് പോയി. പിന്നെ അമ്പനാട് കാണാൻ വന്നതിനൊരു ചിരിക്കുന്നു. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന സ്ഥലം അമ്പനാട് ഹിൽസ് ആണ്. അമ്പനാട് ഹിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ മാമ്പഴത്തറ ചാലിയക്കര വഴി നമ്മൾ മാമ്പഴത്തറയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് അമ്പനാട് ഹിൽസ് കവർ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഉച്ചയ്ക്കാണ് അന്ന് ഇറങ്ങിയത്. അപ്പോൾ അന്ന് തൊട്ട് നമുക്ക് ചെറിയൊരു റിഗ്രറ്റ് ഉണ്ട്. അയ്യോ പോകാൻ പറ്റിയില്ലല്ലോ, ഇതുപോലെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ. മാത്രമല്ല നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസമായി. 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു വീഡിയോ കണ്ട ഒരു 3-4 പേരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടാവും, എടാ നിങ്ങൾ അമ്പനാടൂടെ പോകേണ്ടതായിരുന്നു, നിങ്ങൾക്ക് അതൊരു നഷ്ടമാണ്. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് അമ്പനാട് അങ്ങ് കവർ ചെയ്യാമെന്ന്. ആരിലൊക്കെ ഫ്രണ്ട് പാടേ ആ വണ്ടി ഓടിക്കുന്നു സാർ ബൈ എന്നാ എടുത്തോ. പണ്ടോടാകുമ്പോ ഞാൻ ഓടിച്ചോ. അപ്പൊ ഞാൻ ഫ്രണ്ട് ഇരിക്കണം എനിക്ക് സാഗർ ഭായ്, ഇത് 1.2 ലിറ്റർ കാപ്പ എഞ്ചിൻ വരുന്ന ഗ്രാൻഡ് ഐറ്റനാണ്. അപ്പം കുറച്ച് പവർ ഡെലിവറി കൂടുതലാണ്, അതിനനുസരിച്ചുള്ള ബ്രേക്ക് ഈ വണ്ടിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ സാവകാശം സമാധാനം ഓടിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. സാഗർഭായിയുടെ വാഹനാണെങ്കിൽ ഇപ്പൊ സാഗർഭായി ഇപ്പൊ അമ്പനാട് എത്തിയെന്നാ പറഞ്ഞത്. കുറച്ചുകൂടെ തള്ളു, നമുക്ക് പെട്രോൾ എഫിഷ്യൻസി കൂട്ടണം. വാഗണാറിലായിരുന്നെങ്കിൽ ഇപ്പൊ അമ്പനാടി എന്തേനല്ലേ. ഇത് പുനലൂറാണ് കേട്ടോ. പുനലൂർ അവിടെ കാണുന്നതാണ് പുനലൂരിന്റെ തൂക്കുപാലം. അപ്പോൾ നമ്മൾ പുനലൂരിൽ നിന്ന് തെങ്കാശി റോഡിലോട്ട് എടുക്കുകയാണ്. തെങ്കാശി റോഡ് എടുത്ത് നമ്മൾ തെന്മല വഴിയാണ് ഇന്ന് അമ്പനാട് ഹിൽസ് പിടിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ തെന്മലയ്ക്ക് അടുത്ത് വരുമ്പോഴത്തേക്കിനുമാണ് ഇവിടെ ഇങ്ങനൊരു സ്പോട്ടുള്ളത്. ഇങ്ങോട്ട് കയറാൻ വലിയ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇവിടുത്തെ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ തെന്മല ആ ഒരു ഡാമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വിയറിൻ്റെ നമുക്ക് ഫുൾ വ്യൂ ഒരു ലുക്കൗട്ട് പോയിന്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ചായ കുടിക്കാനും കോഫി കുടിക്കാനും ഒന്ന് റിഫ്രഷ്ഡ് ആവാനും വേണ്ടിയിട്ട് 1-2 കടകൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു നല്ല പ്ലേസാണ് കേട്ടോ. അടിപൊളി ഒരു ആലുണ്ട്, വന്നൊന്നിരിക്കാം, നല്ല കുറച്ച് ഫ്രഷ് എയർ എടുക്കാം. ഇതിന് ഇങ്ങനെ സർക്കുലറായിട്ട് മേളിലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് സ്റ്റെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സ്ഥലമാണ്. നമുക്ക് ആ ഒരു വ്യൂ കണ്ടില്ല, പച്ച കളറിൻ്റെ അടിപൊളിയാണ്. നോക്കി ചേട്ടാ, ഇവിടുന്ന് അമ്പനാട് എത്ര ദൂരമുണ്ട്? അമ്പനാട് ആ 32 കിലോമീറ്റർ അല്ലേ? അടിപൊളിയാണ്. നമുക്ക് അവിടുന്ന് ആനച്ചാടിയിലോട്ട് കാറിന് പോകാൻ പറ്റുമോ? ആനച്ചാടി കാറിന് പോകാൻ പറ്റുമല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെ അവിടോട്ട് എത്താമെന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവഴി ഇങ്ങനെ മേളി അവിടെ ചെന്നിട്ട് ഇറങ്ങിയിട്ട് അപ്പുറത്തൂടെ കറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ ഇതോ ഇങ്ങനെ സൈഡിൽ കൂടെ നമുക്കൊരു വഴി കാണാൻ പറ്റും. ആ സൈഡിൽ കൂടെ വഴി ഇങ്ങനെ നമ്മൾ ഡൗൺ ഹിൽ ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെന്നിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങ് ഇറങ്ങി നമുക്ക് അവിടെ പോയി നമുക്ക് ആ ഒരു വിയർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുണ്ടോ, ഇവിടെ ഒരു ഡിയർ പാർക്കുണ്ട്. ഞാൻ പണ്ട് ഇവിടെ തവണ വന്നിട്ടുണ്ട്. റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ വെള്ളം അടിച്ച് ലക്ക് കെട്ട് കാട്ടിൽ കൂടെ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്നത് എന്ത് ചളിയാണത്? ഞാനല്ല പറയുന്നത്. റീഹാബ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തോ? ഡിയർ റീഹാബ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? വ്യക്തമായ കോൺസെപ്റ്റ് പറഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല, അറിയാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. അതെ അല്ലേ. പോകുന്ന വഴിക്ക് നമുക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റുന്നതാണ് 13 കണ്ണറപ്പാലം. 13 കണ്ണറപ്പാലം, അതായത് നമ്മുടെ തെങ്കാശി ചെങ്കോട്ട ആ ഡയറക്ഷൻസിൽ പോകുന്ന ട്രെയിനിൻ്റെ സർവീസുള്ള ഈ പാർട്ടി കൂടെ അടിപൊളി സ്പോട്ടാണ്. അതുപോലെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിയപ്പെട്ട റെയിൽവേ സിസ്റ്റങ്ങളിൽ ഒന്നാണ് ഈ 13 കണ്ണറപ്പാലത്തിൽ കാണുന്ന നമ്മുടെ ഈ ഒരു ഇത്. അടിപൊളിയാണ്. ഈ 13 കണ്ണറ എന്ന് പറയുമ്പോഴത്തേനും എന്തോ സംഭവം അറിയാമോ? ഈ അങ്ങനെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഓരോ റാ പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് 13 ഉണ്ട്. അതാണ് ഈ 13 കണ്ണറ എന്ന് പറയുന്നത്. നമ്മൾ ആ 13 കണ്ണറ പാലം കഴിയുന്ന കുറച്ചുകൂടെ മുമ്പോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അമ്പനാട് ഹിൽസ് ലെഫ്റ്റ് എടുക്കുക 15 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അവിടുത്തെ ഈ പാലം കയറി നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് അവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ കഴുത്തുരുട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ആ ഒരു ടെറൈൻ്റെ ചേഞ്ച് നമുക്ക് നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ടെറൈനും മാറുന്നുണ്ട്, നമുക്ക് ആ ഒരു എസ്റ്റേറ്റിലോട്ടത്തോട്ട് കയറുന്ന സമയത്ത് ഫുള്ള് ഭംഗിയാണ്, നല്ല അടിപൊളി ഭംഗിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഹാരിസൺസിൻ്റെ റബ്ബർ ഫാക്ടറി കാണാൻ പറ്റും. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ തന്നെയാണ് പോകേണ്ടത്. ഇവിടുന്ന് അമ്പനാട് എത്ര ദൂരം ഉണ്ടെന്ന് നമുക്ക് ആ പയ്യന്മാരോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ വ്യൂ പോയിൻറ്റും മറ്റേ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് പോയി നോക്കാം. ഇനിയും സാഗർ ഭായ് അല്ല ഡ്രൈവർ, ഞാനാണ് ഡ്രൈവർ. അപ്പോൾ ഡ്രൈവർ ചേഞ്ച് 10:30 ആകുമ്പോഴത്തേനും നമ്മൾ അവിടെ എത്തുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ മന്ദം കുടുങ്ങി ഇങ്ങനൊരു മന്ദാകിനിയായിട്ട് നമ്മൾ പോകുന്നതുകൊണ്ട് പോകുന്നത് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇനി ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം, നമ്മൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഇവിടുത്തെ ഒരു വലിയൊരു ടാസ്ക്. ക്യാഷ് ഉണ്ടല്ലോ അല്ലേ? ക്യാഷായിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ അമ്പനാട് ഹിൽസ് ഒരു 1.5 കിലോമീറ്ററിനുള്ളിലാണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങനല്ല, നമ്മൾ മാപ്പ് ഇട്ട് വരുന്ന സമയത്ത് നമ്മളെ ഈ ഒരു ലൊക്കേഷനിലോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ അമ്മ ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? പൂത്തോട്ട അല്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു അമ്പലത്തിൻ്റെ ഇവിടോട്ട് വരും. ഇവിടുന്ന് കുറേ കൂടെ മുമ്പോട്ട് പോകാനുണ്ട്. ഒരു വ്യൂ പോയിന്റിലോട്ടും പിന്നെ ആ ഒരു എൻട്രിയിലോട്ടും ഒക്കെ കുറേ കൂടെ മുമ്പോട്ട് പോകാനുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് കിട്ടിത്തുടങ്ങുന്ന വ്യൂ ആണിത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു ടെൻറ്റ് കെട്ടിയിട്ടേക്കുന്നുണ്ടോ, അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമുക്ക് തേയില മാത്രമല്ല, ഇവിടെ ഈ ഗ്രാമ്പൂവിൻ്റെ മരങ്ങൾ നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും ഇവിടെ കൃഷി ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്, ഒരു കണക്കിന് നമ്മളിവിടെ എത്തി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അകത്തോട്ട് വണ്ടി കൊണ്ട് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ പാസ് എടുക്കണം. ചേട്ടാ പാസ് എങ്ങനെയായിരുന്നു? ഒരാൾക്ക് 100 രൂപ. അപ്പം നമ്മൾ 4 പേരാകുമ്പോൾ 400 രൂപ അല്ലേ? എങ്ങനെയായിരുന്നു ഇവിടെ ചെന്നിട്ട്? അമ്പലമുണ്ട്, റൈറ്റിൽ കയറി പോകുമ്പോൾ മേളി പാറ ടവർ ഈ പോയിന്റ് കണ്ടിട്ട് വരുമ്പോൾ ഇത് മേളി ആനച്ചാടി പോകാൻ പറ്റും. അങ്ങനെ നമുക്ക് കയറി പോകാൻ പറ്റുമല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു കുന്ന് കയറി ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഈ ഒരു ബിൽഡിങ്, ഈ ഒരു റേഷൻ കട, ഈ ഒരു പോസ്റ്റ് ഓഫീസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മൂഡ് എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. അടിപൊളിയായിരിക്കും. ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സത്യവാങ്മൂലം അവർ എഴുതി വാങ്ങിക്കും. സത്യവാങ്മൂലം എഴുതി വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ സന്ദർശന സമയവും പിന്നെ ഇവിടെ പ്രവേശിക്കുമ്പോൾ 2 മണിക്കൂർ മാത്രമേ നമുക്കിവിടെ നിൽക്കാൻ സമയമുള്ളതെന്നും പിന്നെ സ്ഥാപിച്ചിരിക്കുന്ന സൂചനാ ബോർഡുകൾ നിർദ്ദേശങ്ങൾ കർശനമായ നിയമം പാലിക്കണമെന്നൊക്കെ നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതി നമ്മുടെ സിഗ്നേച്ചറും വാങ്ങിച്ച ആളുടെ പെർ ഹെഡ് 100 രൂപ വീതം വെച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരു അഫിഡവിറ്റാണ്, സത്യവാങ്മൂലമാണിത്. അപ്പോൾ ഇത് ഈ യാത്രാ സമയത്തിനുള്ളിൽ ഈ യാത്ര അവസാനിപ്പിക്കുന്നിടം വരെ ഇത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മുമ്പോട്ട് പോയിട്ട് അവിടെ നമ്മൾ ആ ഒരു കോവിലുണ്ട്, ആ ഒരു കോവിലിൻ്റെ അവിടെ ചെന്നിട്ട് നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിലോട്ട് പോകാം. ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ ഗൂഗിൾ പേ ഇല്ല. നമ്മൾ ക്യാഷ് കൈ കരുതണം. ക്യാഷ് കൈ കരുതിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ഒരാൾക്ക് പെർ ഹെഡിന് 100 രൂപയാണ്. നിങ്ങൾ 5 പേരാണെന്നുണ്ടെങ്കിൽ 500 ആകും. 7 പേരുള്ള വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ 700 രൂപയാവും. അത് ക്യാഷായിട്ട് തന്നെ കൈ കരുതുക കേട്ടോ. നമ്മൾ അവിടുന്ന് പാസ് എടുത്ത് നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സൈൻ ബോർഡ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് അങ്ങോട്ട് പോകുന്നതാണ് ആനച്ചാടി. നമുക്കൊരു നിർദ്ദേശം തന്നെ, നിങ്ങൾ ആദ്യം പോയി വ്യൂ പോയിന്റ് കണ്ടിട്ട് തിരിച്ച് ആനച്ചാടിയിലോട്ട് തിരിച്ചു വരുമ്പോൾ സമയത്ത് ആ റോഡ് എടുത്ത് ആനച്ചാടിയിലോട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കറിയാം, പണ്ട് ഇവിടെ ഇതുപോലെ ഇതില്ലായിരുന്നു, പാസ് ഇല്ലായിരുന്നു. പണ്ട് ആർക്ക് വേണേലും എപ്പോൾ വേണേലും എങ്ങനെ വേണേലും കയറി പോകുമായിരുന്നു. അതിനുശേഷം ഇവിടെ എന്തോ മർഡർ കേസോ അങ്ങനത്തെ എന്താണ്ട് കേസുകളൊക്കെ വന്നതിന് ശേഷമാണ് ഇവിടെ പാസിൻ്റെ സിസ്റ്റം വെച്ചത്. അപ്പോൾ ഈ പാസിൻ്റെ സിസ്റ്റം വന്നിട്ട് ആദ്യം ഇവിടെ 100 രൂപയുടെ പാസ്സായിരുന്നു സ്കൂട്ടറിന്. കാറിന് വരുവാണെന്നുണ്ടെങ്കിൽ 500. അപ്പോൾ അതിന് ശേഷമുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പം ഒരാൾക്ക് പെർ ഹെഡിന് 100 രൂപ വെച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു പാസിൻ്റെ സിസ്റ്റം വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു പോകുന്ന ആൾക്കാരുടെ ഒരു ഫുൾ ഡീറ്റെയിൽസ് അവിടെ റെക്കോർഡിക്കലായിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ അവിടുന്ന് നമ്മൾ ആ ഗേറ്റ് വഴി നമ്മൾ നേരെ മുമ്പോട്ട് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ആദ്യം അവിടെ ഒരു സൈൻ ബോർഡ് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കിനും പല ഏരിയയിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് കിടക്കുന്ന വഴികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ വരുമ്പോൾ ഇതൊരുമാതിരി ജംഗ്ഷൻ പോലൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറി വരുമ്പോഴേ നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിലോട്ടുള്ള വഴി നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു കടയുണ്ട്. കടയിൽ ഗൂഗിൾ പേയുടെ സംവിധാനമുണ്ട്. കുഴപ്പമില്ല, നെറ്റ്വർക്ക് ഉണ്ടായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പേയ്മെൻറ്റ് സക്സസ് ആവും.
അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് വ്യൂ പോയിന്റിലോട്ട് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പാസ് എടുത്ത് നമ്മൾ ആ ഒരു വ്യൂ പോയിന്റ് എന്നുള്ള സൈൻ ബോർഡുകൾ നോക്കി ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് നമ്മൾ എത്തുന്ന വ്യൂ പോയിന്റ് ആണിത്. അപ്പോൾ ഇവിടെ വന്ന് നിന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ TRNTയുടെ ടീ ഫാക്ടറി നമുക്ക് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് കുറേ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വേറെ വ്യൂ പോയിന്റുകളുണ്ട് എന്നാണ് ലോക്കലി അറിഞ്ഞത്. പക്ഷേ നമ്മൾ മുമ്പോട്ട് പോകുന്നതിനെക്കുറിച്ച് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം ഇനി ഈ ഒരു വ്യൂ എൻജോയ് ചെയ്തിട്ട് നമ്മൾ താഴെ ആനച്ചാട് റോഡിലോട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ മൂന്നാർ വരെ ഒരു ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു തേയില എസ്റ്റേറ്റിൻ്റെയും ആ ഒരു തണുത്ത ഒരു ക്ലൈമറ്റിൻ്റെയും ഒരു വൈബ് എൻജോയ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ അമ്പനാടി ഹിൽസ് എന്ന് പറഞ്ഞിട്ട്. സാഗർഭായി രാവിലെ 2 ഗുളികയെ കഴിച്ചിട്ടുള്ളൂ, ചോറ് കഴിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്തിൻ്റെ ആയിരുന്നു? കൊളസ്ട്രോളിൻ്റെ. നീ കൂടുതൽ ചിരിക്കണ്ട കേട്ടോ. പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ പച്ചിലയ്ക്കും പഴുത്തിലാവാനൊരു കാലം വരുമെന്ന് നീ ആലോചിക്കണം. ഞാനിങ്ങനെ മഴയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. മഴ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു ഫീൽ ഞാനിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മഴ പെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അമ്പനാട് കാണാൻ വന്നതിനോട് അയ്യോ ചിരിക്കുന്നു. പേരെന്താ മോൻ്റെ? മോളുടെ പേരെന്തുവാ? ഹെയ്സ. അത് ചക്കട് ചിരിക്കുവാണ് മോൻ്റെ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കോട വന്നിരിക്കുകയാണ്. അടിപൊളി. അവിടുത്തെ ആ ഒരു ഫാക്ടറി ഒക്കെ മറഞ്ഞു, കാണാനില്ല. അടിപൊളി, സൂപ്പർ. അപ്പോൾ ഇതാണ് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ വന്നിട്ട് ചുമ്മാ ഈ ഒരു കാഴ്ച കണ്ടിട്ട് ചുമ്മാ അങ്ങ് പോകരുത്. ഇവിടെ വന്നിട്ട് കോടയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. പെട്ടെന്ന് വന്ന് പെട്ടെന്നങ്ങ് പോയി. പെട്ടെന്ന് അത് ആ ഒരു കാറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓൾറെഡി ഈ സാധനം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇത് വരിക എന്ന് പറയുന്നത് ആ ഒരു കാറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇനി കുറച്ച് മഴയും കൂടെ നമുക്ക് കിട്ടണം. കണ്ടില്ലേ, ദൂരെ കണ്ടില്ലേ? നമുക്ക് ആ ഒരു ഫാക്ടറി ഒന്നും കാണാനില്ല ഇപ്പം. യെസ്, മഴ വരുന്നുണ്ട്. അടിപൊളിയാണ്. ചാതി ഓണല്ല, മഴ വരുന്നുണ്ട്. തണ്ടർ റംബ്ലിംഗ് ഒക്കെ കേൾക്കുന്നുണ്ട്. അവസാനം നമ്മളെ കാലത്ത് മഴ വന്നിരിക്കുകയാണ്. അടിപൊളി മൂടാണ് കേട്ടോ. മഴയത്ത് ഇവിടെ വരണം. മഴയത്ത് ഇവിടെ വന്നാൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല വെയിലായിരുന്നു. ഞാൻ ഇങ്ങനെ എന്നിട്ട് കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ടു 1 hour ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പം അവസാനം കിട്ടി. ആ വെയിറ്റ് ചെയ്തിരുന്നതിന് എനിക്കൊരു വാല്യൂം കിട്ടി. ചെറിയൊരു മഴയേ ഉള്ളൂ, പക്ഷേ എങ്കിലും എൻജോയബിൾ ആയിട്ടുള്ളൊരു മൂഡ് നമുക്ക് വന്ന്. അത്രയും നേരം നമ്മളിവിടെ വന്നിട്ട് അവിടെ പോകാമെന്ന് പല ആൾക്കാരും പറഞ്ഞപ്പോഴേ കുറേ പേര് വന്നിട്ടങ്ങ് പോയി. പക്ഷേ അവർക്കൊന്നും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. ഈ ഒരു വ്യൂ പോയിന്റ് ചെയ്തിട്ട് ഞാൻ ഒരു മഴ എങ്ങനെയാണെന്ന് നോക്കട്ടെ കേട്ടോ. അടിപൊളിയാണ്, എനിക്ക് സന്തോഷമായി, സൂപ്പർ. ഞാൻ വളരെ പ്രിപ്പയർഡായി വന്നതുകൊണ്ട് റെയിൻകോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അവന്മാരെടുത്തിട്ടില്ല. അതുകൊണ്ട് വണ്ടിക്കത്തിരുന്നൊരു കുട കൊടുത്തിട്ട് അവന്മാരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ കുട കിട്ടിയ ഒരു സന്തോഷത്തിൽ നമ്മൾ കാർ എടുത്ത് താഴോട്ട് പോയപ്പോഴാണ് മഴ പെയ്തത്. മഴ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ കാർ താഴെ ഇട്ടിട്ട് ഞങ്ങൾ നടന്ന് കയറി തിരിച്ചു വന്നു. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് ഓണായി. ഇത്ര നേരം ഞാൻ ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റിലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ ഈ മഴയോടെ കിട്ടിയപ്പോഴത്തേക്കിനും ഞാൻ ഓണായി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾ വണ്ടിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു എൻജോയ്മെൻറ്റ് കിട്ടില്ല. ഈ ഒരു സാധനം കിട്ടും, പക്ഷേ അത്രയും ഞാൻ പറയില്ല, വണ്ടി എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നടന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാഴ്ചകൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു പെർസ്പെക്റ്റീവ് തന്നെ മാറും. അടിപൊളിയാണ് കേട്ടോ. നമ്മളെ ജസ്റ്റ് വോളിബോൾ കോർട്ട് നൈസ് ഒരെണ്ണം. ഇവിടെ വന്ന് വോളിബോൾ കളിക്കുന്ന ആലോചിച്ച് നോക്കി എന്ത് മൂടായിരിക്കും. അപ്പോൾ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ ഇത് പണിഞ്ഞു വെച്ചേക്കുന്ന ആ ഒരു ഓൾഡ് സ്കൂൾ സെറ്റപ്പിൽ, ആ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നമ്മൾ പണ്ടൊക്കെ ആ ഒരു 90s കാലഘട്ടത്തിലൊക്കെ ഉള്ള ഓട് വാങ്ങിയ ടൈപ്പ് ബിൽഡിംഗ് ഇല്ലേ, ആ ഒരു ടൈപ്പ് ബിൽഡിങ്ങാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ പണിഞ്ഞു വെച്ചേക്കുന്നത്. അപ്പം ഇവിടുത്തെ ആ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബിൽഡിങ് നിൽക്കുന്നതും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു ഓടും ഇവിടെ വന്ന് നിൽക്കുന്ന ആ ഒരു ഷാഡോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു പട്ടിയാട്ടോ. ഷാഡോയ്ക്ക് ഒരു കൂട്ടുകാരനുണ്ട്, ആ പുള്ളിക്കാരൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അതൊക്കെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളിലൊന്നാണ്. നിങ്ങൾക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത് നമ്മുടെ ഓൺ ദ ഗോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണാൻ പറ്റുന്ന സാധനങ്ങളൊന്നും അല്ല. നിങ്ങൾ മനസ്സ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റികളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് എന്നും കാണാൻ പറ്റുന്ന സാധനമല്ല ഇത്. അപ്പം അങ്ങനെ വന്ന് നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ഇവിടുത്തെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ അമ്പനാട് ഹിൽസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ വന്ന് ചുമ്മാ വണ്ടിയിൽ വന്ന് ചുമ്മാ അങ്ങനെ അങ്ങ് പോവാതെ വന്ന് ഇവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇറങ്ങി ഇവിടുത്തെ മനുഷ്യന്മാരോടൊക്കെ ഒന്ന് കാര്യം പറഞ്ഞ് ഇവിടുത്തെ പ്രകൃതിയായിട്ടൊക്കെ ഒന്ന് സിങ്ക് ചെയ്തിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ അമ്പനാട് ഹിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് റീഡയറക്റ്റ് ചെയ്യാനുള്ള വഴികളെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ അതിൻ്റെ ഓണർ കിടക്കുന്ന സ്ഥലമാണ്, അവരുടെ ഓണേഴ്സിൻ്റെ ബംഗ്ലാവാണ്.
അപ്പോൾ ഇതുവഴി താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യൂ പോയിന്റ് വെച്ച് കണ്ട TR&Tയുടെ ടീ ഫാക്ടറി ഇല്ലേ, അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ആ ടീ ഫാക്ടറിയുടെ അവിടെ പോയി നമുക്ക് ആ കുറേ കാഴ്ചകളുണ്ട് അവിടെ. ആൻഡ് ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മളിനി ആനച്ചാടിയിലോട്ട് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ടീ ഫാക്ടറി എടുക്കുന്നില്ല, നമ്മൾ ആനച്ചാടിയിലോട്ട് പോയി ആനച്ചാടിയിലെ കുറച്ച് വിഷ്വൽസും കൂടെ എടുത്തിട്ട് നമുക്ക് തിരിച്ച് പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വഴി ഉണ്ടോ, ഈ ഒരു വഴി ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യൂ സൂപ്പർ. നിങ്ങൾ വണ്ടി കൊണ്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും റീൽസും ഷോർട്സും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെ തേയില നിൽക്കുന്നുണ്ട്, തേയിലയുടെ ഇടയ്ക്ക് ജാതിയുടെ മരമാണെന്ന് തോന്നുന്നു, അവരിങ്ങനെ ഇടവിളയായിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തേക്കിൻ്റെ മരം ഇങ്ങനെ ആ ഒരു ഫെൻസ് പോലെ ഇങ്ങനെ ഈ ഒരു വഴിയുടെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങ് ഫുൾ അങ്ങ് അറ്റം വരെ, അവിടെ നിന്ന് അറ്റം വരെ തേക്കിൻ്റെ മരം നട്ട് വെച്ചിട്ടുണ്ട്. അതും അടിപൊളിയാണ് കേട്ടോ. അപ്പം വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, ഈ വഴികളാണ് നിങ്ങൾ ഇതിനകത്ത് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അവിടുന്ന് വ്യൂ പോയിൻ്റ് തിരിച്ച് താഴെ ഇറങ്ങി വന്നിട്ടുണ്ട്. തിരിച്ച് താഴെ ഇറങ്ങി വന്നിട്ട് നമ്മൾ വീണ്ടും ഇനി ഈ ആനച്ചാടി റോഡുണ്ടല്ലോ, ഈ റോഡ് അങ്ങോട്ട് കയറിയാൽ നമുക്ക് ആനച്ചാടി പോകാൻ പറ്റും. അപ്പോൾ ആ ആനച്ചാടി റോഡ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അത് അന്യായ വ്യൂ ആണ്. അന്യായ വ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ഈ ഒരു മഴയത്ത് ഈ ഒരു കോടയുള്ള സമയത്ത് നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് നേരത്തെ പറഞ്ഞ പോലെ വൺ ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ് ആണ്. തേയില എസ്റ്റേറ്റിൻ്റെ ഒരു ഫീലും ആ ഒരു കോടയും ആ ഒരു തണുത്ത കാറ്റ് ആ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എടുക്കേണ്ട റോഡാണ് ആനച്ചാടി റോഡ്. ആനച്ചാടി റോഡ് എടുക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്പോട്ടിലാണെന്ന് തോന്നുന്നു അവർ കൂടുതലായിട്ട് തേയില കൃഷി കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു റോഡിലാണെന്ന് തോന്നുന്നു. ഇവിടെ വന്ന് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഓരോ കാഴ്ചകളും അടിപൊളിയാണ് കേട്ടോ. നമ്മളെ ഓരോ കാഴ്ചകളും ഇങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ഹില്ലിൻ്റെ വ്യൂവും ഇങ്ങനെ ആ ഒരു തേയില ഇങ്ങനെ നട്ട് വെച്ചേക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വളർന്നിരിക്കുന്ന ഈ ചെറിയ പൈൻ മരങ്ങളും എല്ലാം അടിപൊളിയാണ്. പിന്നെ കുറച്ച് നേരം മുമ്പ് ഇവിടെ ഇങ്ങനെ കോട ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു, അത് സൂപ്പറായിരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു വഴിയും ഈ ഒരു ഡ്രൈവുമാണ് ഇവിടെ വന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം. ഇങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി അപ്പുറത്തൂടെ ആ ഒരു റോഡിൽ കൂടി ഇങ്ങനെ നമുക്ക് കറങ്ങി എവിടോട്ടാണ് പോകണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ എന്തായാലും ഒരു 1:30 ആകുമ്പോഴത്തേക്കും നമ്മൾ വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. തിരിച്ച് അമ്പനാട് വഴി തന്നെയാണ് പോകുന്നത്. ഈ റോഡ് എവിടെയാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. നമ്മളെന്തായാലും ഈ ഒരു വഴി കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് 1:30 ആകുമ്പോഴത്തേനും നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അമ്പനാട് ആനച്ചാടി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾ ആനച്ചാടി വരാതെ പോകരുത്, അത് നിങ്ങൾക്കൊരു മേജർ മിസ്സിങ് ആയിരിക്കും. അപ്പം വന്ന് നിങ്ങളുടെ വണ്ടിക്കകത്ത് മാത്രം ഇരിക്കാതെ നിങ്ങൾ ഈ റോഡും ഈ ഒരു നേച്ചറുമായിട്ട് നിങ്ങളൊന്ന് സിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങി നടക്കണം. പുറത്തിറങ്ങി നടന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫീല്, നമുക്ക് ആ ഒരു വൈബ്, നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു വൈബ് നമുക്ക് മാച്ച് ചെയ്ത് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പം അമ്പനാടും ആനച്ചാടിയുടെയും വിശേഷങ്ങൾ ഇതാണ്. അപ്പം ദിസ് ഈസ് മീ അനന്തൻ സൈനിങ് ഓഫ് ഫ്രം ചാനൽ 66 വിത്ത് അശ്വിൻ, നിഖിൽ ആൻഡ് സാഗർ. സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം. ഞാൻ പറഞ്ഞു പിന്നെ മഴ പെയ്ത് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല.